ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഒരു പുതിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് 6 രാജ്യങ്ങളിലുള്ള ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സസിന് ഓസ്ട്രേലിയയിലേക്ക് പുതിയ ടെസ്റ്റ് റിക്വയർമെന്റ്സ് ഒന്നും ഇല്ലാതെ വരാൻ പറ്റുന്ന ഒരു നിയമം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഈ 6 രാജ്യങ്ങളിൽ നിന്നല്ലേ നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും. അയർലൻഡ്, UK, സ്പെയിൻ, സിംഗപ്പൂർ, കാനഡ, അമേരിക്ക. ഇതാണ് കേട്ടോ 6 രാജ്യങ്ങളെ. ഈ 6 രാജ്യങ്ങളിലുള്ള നേഴ്സസിന് അഡീഷണൽ ടെസ്റ്റ് റിക്വയർമെന്റ്സ് ഒന്നുമില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് എത്താം. നിങ്ങൾക്കറിയാമല്ലോ, ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. കാരണം ഇവിടുത്തെ നിയമങ്ങൾ പ്രോസസ്സിംഗ് ടൈം ഇതൊക്കെ വളരെ ടഫാണ്. സോ സാധാരണ ഒരാൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വരണമെങ്കിൽ, ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 8 മാസം തൊട്ട് 1 വർഷം വരെ എടുക്കും. ഓക്കെ, അതുകൊണ്ട് ഓസ്ട്രേലിയയിലുണ്ടായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നഴ്സിംഗ് ഷോർട്ടേജ് ഉണ്ടായി. ഓക്കെ, അപ്പം നല്ല രീതിയിലുള്ള നഴ്സിംഗ് ഷോർട്ടേജിലൂടെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞപ്പം നിയമത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയില്ലെങ്കിൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ഫോഴ്സ് വർക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉള്ള നഴ്സുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈം ഒക്കെ ചെയ്ത് എക്സ്ട്രാ ഒക്കെ ചെയ്ത് ഒരു വിധത്തിലാണ് ഇപ്പോൾ പിടിച്ചു നിന്ന് പോകുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് ഫോഴ്സ്. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ ടൈം ഒക്കെ ചെയ്യുന്നവരും ഇവൻച്വലി ടയർഡ് ആകുകയല്ലേ അല്ലേ? അപ്പം അതിന് മുമ്പ് ആൾക്കാർ ബേൺ ഔട്ട് ആയി പോകുന്നതിന് മുമ്പ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പുതിയ നിയമമാണ് കേട്ടോ ഇത്. ഈ പറഞ്ഞ 6 രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന നഴ്സസ്, അതായത് 2017 തൊട്ട് ഈ 6 രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം 1800 മണിക്കൂർ നമ്മൾ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ടെസ്റ്റ് റിക്വയർമെന്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. ഈ പറഞ്ഞ 6 രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന നഴ്സസ് ഏകദേശം ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളിലുള്ള നഴ്സുമാർക്ക് ഇവര് മുൻഗണന കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് വന്ന് ജോലി ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അവർക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ 6 രാജ്യങ്ങളിലുള്ള നഴ്സുമാർക്ക് മുൻഗണന കൊടുത്തിരിക്കുന്നത്. 2025 ഏപ്രിലിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇനിയും ഒരു 1-2 മാസത്തെ സമയം കൂടി ഉണ്ടല്ലോ അല്ലേ? 2-3 മാസത്തെ സമയം കൂടി ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുക കേട്ടോ. അതായത് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുക. 1800 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം 1.5 വർഷമൊക്കെ 2017 ശേഷം ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, അതായത് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുക. അതിൽ ക്ലിയർ ആയിട്ട് അവരെ കൊണ്ട് എഴുതി മേടിക്കുക 1800 മണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മേലെയാണെങ്കിൽ അങ്ങനെ മേടിക്കുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. പിന്നെ നിങ്ങൾ ആഫ്രയുടെ സൈറ്റിൽ കയറി നോക്കുക. ആഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലേ? ആഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി. ഓക്കെ, ആഫ്രയുടെ സൈറ്റിൽ നിങ്ങൾ കയറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സസിന് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് കേട്ടോ. അപ്പം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതായത് പോലീസ് ക്ലിയറൻസ്, ക്രിമിനൽ റെക്കോർഡ് സ്ക്രീനിങ്, അങ്ങനെ കുറച്ച് പേപ്പർ വർക്ക്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ വക പേപ്പർ വർക്കുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഈ നിയമ പ്രാബല്യത്തിൽ വരുമ്പോഴത്തേക്കും ഈ ചെക്ക് ലിസ്റ്റ് ഉള്ള പേപ്പേഴ്സ് എല്ലാം കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മറ്റുള്ളവരുടെ സഹായം വേണ്ട കേട്ടോ. കാരണം നിങ്ങൾ ഓൾറെഡി ഈ രാജ്യത്ത് ഇന്ന രാജ്യങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി എഫിഷ്യൻ്റ് ആണ് അല്ലേ? ഓൾറെഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാവുന്നവരാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് തന്നെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഏകദേശം ഇവർ പറയുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വർക്കുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ 1 മാസം തൊട്ട് 6 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷൻ കിട്ടും. ഇതിന്റെ പിന്നിലെ വേറെ ചില കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. വളരെ ഓപ്പൺ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കേട്ട് ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുവാന്ന് നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷൻ കിട്ടി ഏകദേശം 6 മാസം 1 വർഷമായവരൊക്കെ ഇപ്പോഴും ജോലി കിട്ടാതെ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് വൺസ് രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള ജോലി കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളിപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന രാജ്യത്തു നിന്ന് നിങ്ങൾ ജോലി റിസൈൻ ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം ഇപ്പം ന്യൂസിലൻഡ് പാത്വേ, ഇപ്പം നാട്ടിൽ നിന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ എഴുതി ന്യൂസിലൻഡിൽ ചെന്ന് അവിടുന്ന് രജിസ്ട്രേഷൻ എടുത്ത് ന്യൂസിലൻഡ് പാത്വേ വഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്ത നേഴ്സുമാർ ഇപ്പോഴും നാട്ടിൽ ജോലി കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പം അവർക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മളിങ്ങനെ രജിസ്ട്രേഷൻ എടുത്ത് വെച്ചിരിക്കുന്നു, നമ്മൾ 1 വർഷമായി നമുക്ക് ജോലി കിട്ടാതിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ തട്ടിപ്പ് പരിപാടികളും ഇതിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞു തരാം അതെന്താന്ന്.
അതായത് വളരെ റിമോട്ട് ഏരിയകളിലേക്ക് ജോലിക്ക് ആൾക്കാരെ എടുക്കും, സ്പോൺസർ ചെയ്യാമെന്ന് പറയും. അപ്പം ഓസ്ട്രേലിയയിലെ സാധാരണ കിട്ടുന്ന സാലറിയേക്കാളും ഏകദേശം ഒരു 5-6 തൊട്ട് $10 വരെ കുറച്ച് അവരെ കൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യിക്കും. ആ കോൺട്രാക്ട് ഏകദേശം ഒരു 3 വർഷത്തേക്കൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളൊരു യങ് കപ്പിൾ ആണെങ്കിൽ ഫൈൻ, നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്താ പറയുക, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ ഏജിൽ ഒരു 40+ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, ഫാമിലി ആയിട്ട് വരുന്നു, നിങ്ങൾക്ക് ആ സാലറി കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സെക്ടറിലേക്കും പിന്നെ നല്ല നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും ഒക്കെ ജോലി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡെഫിനറ്റ്ലി റിജക്റ്റഡ് ആയി പോകും കേട്ടോ. സോ നിങ്ങൾക്ക് നല്ലൊരു CV ഉണ്ടാക്കുക, നല്ല സെലക്ഷൻ. നിങ്ങൾക്ക് ഇപ്പം ഈ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സൈറ്റ് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ജോബ് റിക്വയർമെന്റ്സിൽ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ, എസെൻഷ്യൽ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കയറി ഒന്ന് നോക്കുക. ആ സെലക്ഷൻ ക്രൈറ്റീരിയ റിക്വയർമെന്റ്സ് അനുസരിച്ച് നിങ്ങൾ നല്ല ഒരു CV ഉണ്ടാക്കി വെക്കുക. CV പ്ലസ് സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടാക്കി വെക്കുക. അത് വെച്ച് ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് വെച്ച് ജോലിക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് റിജക്ഷൻ ആയി പോകും. നമ്മൾ എന്താ പറയുക, ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ റിജക്ഷൻ ലെറ്റർ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പിന്നെ ചിലവർ വന്ന് ഈ രജിസ്ട്രേഷൻ ഒക്കെ കിട്ടിയിട്ട് നഴ്സിംഗ് ഹോമുകളിൽ കയറിയവരുണ്ട് കേട്ടോ. അപ്പം മോസ്റ്റ് ഓഫ് ദി നഴ്സിംഗ് ഹോംസ് നല്ലതാണ്. ഓക്കെ, നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന ഇപ്പം കമ്പയർ ടു ഇപ്പം പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു റിലീഫ് ഉണ്ട് നമ്മൾ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്താൽ. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട നഴ്സിംഗ് ഹോമുകളെല്ലാം പ്രൈവറ്റ് സെക്ടറാണ്. നമുക്ക് നാളെ തൊട്ട് ഇവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, അപ്പോൾ അവർ നാളെ തൊട്ട് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോയി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുന്നത്, നമുക്ക് ഉറപ്പുള്ള നഴ്സിംഗ് ഹോമുകളിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ നഴ്സിംഗ് ഹോമിൽ ഒരു സൈറ്റ് കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, റിവ്യൂസ് കാണും. ആ റിവ്യൂസ് ഒക്കെ നോക്കി പ്രശ്നമുള്ള സ്ഥലമാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കയറാവുള്ളൂ കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പേര് ഇപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിട്ട് എന്തോ അവർ ഒന്ന് മലയാളത്തിൽ സംസാരിച്ചു, ബ്രേക്ക് ടൈമിൽ കൂടെയുള്ളവരോട് മലയാളത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്ത് പോയവരുണ്ട്. പിന്നെ മാനേജ്മെന്റിനോട് സംസാരിക്കുമ്പോൾ ടോൺ ടഫാണ്. നമ്മുടെ മലയാളികൾക്കുണ്ടല്ലോ, നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതായത് നമ്മൾ ടു പൊളൈറ്റ് അല്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ ജോലി പോകുന്ന ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം എന്തെങ്കിലും ഒരു ഈഗോ പ്രോബ്ലം ഉള്ള മാനേജേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജോലി പോകുന്ന വഴി കാണുകയാണ്. നമ്മളെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഓക്കെ, സോ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. ഇതൊക്കെ വരുന്ന കാര്യങ്ങളാണ്, രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മുൻകൂട്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. കാര്യങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്താ പറയുന്നത്, ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയിട്ടില്ല. അതായത് ഇങ്ങനൊരു നിയമം ഇപ്പോൾ 2025 ഏപ്രിലിൽ വരുന്നുണ്ട്. ഈ 6 രാജ്യങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ടെസ്റ്റ് റിക്വയർമെന്റ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് എളുപ്പമാണ്. സോ ഈ രജിസ്ട്രേഷൻ, ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് പേപ്പറുകൾ ഉണ്ടാക്കി വെക്കുക. വൺസ് ആ നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അപ്ലൈ ചെയ്തോളുക. ഇപ്പം ഇത് അപ്ലൈ ചെയ്താലും, നിങ്ങൾ ഇനി വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചാലും നിങ്ങൾ തന്നെ ചെയ്താലും ഈ നിങ്ങളുടെ പേപ്പർ വർക്കുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ. അപ്പം ആ പേപ്പർ വർക്ക് വെച്ച് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരാൾ ചെയ്താലും നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ കിട്ടും കേട്ടോ. സോ വൺസ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇപ്പോഴുള്ള ജോലികൾ നിങ്ങൾ റിസൈൻ ചെയ്യാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പേപ്പർ വർക്ക്സ് എല്ലാം കറക്റ്റ് ആണ്, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് അതുപോലെ ആഗ്രഹമുണ്ട്, രജിസ്ട്രേഷൻ കിട്ടും. നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാകും എന്തൊക്കെ പേപ്പർ വർക്കുകളാണ് ആവശ്യമുള്ളതെന്ന്. ആഫ്രയുടെ സൈറ്റിൽ കയറുക, ചെക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള പേപ്പർ വർക്കുകൾ റെഡിയാക്കി വെക്കുക, രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ റെഡിയാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ പേപ്പർ വർക്കുകളും കൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ടല്ലോ. അങ്ങനെയുള്ളവർ നല്ലൊരു CVയും സെലക്ഷൻ ക്രൈറ്റീരിയയും ഉണ്ടാക്കി വെക്കുക. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അല്ലേ, നമ്മൾ ഒരു റീജിയണൽ ഏരിയയിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ കിട്ടാനും. എന്താ പറയുന്നത്, എല്ലാം ഒന്നും ആക്സസബിൾ അല്ല. സോ നിങ്ങൾ വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടെ വന്ന് നല്ല സ്ഥലത്ത് നല്ല ഹോസ്പിറ്റലിൽ ഒക്കെ ജോലി ചെയ്ത് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടാക്കി വെക്കുക. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, BSc നേഴ്സുമാർക്ക് അല്ലെങ്കിൽ പോസ്റ്റ് BSc ചെയ്തവർക്ക് ഓസ്ട്രേലിയയിലേക്ക് ഈ നിയമം അനുസരിച്ച് വരാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണേ.
പിന്നെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓസ്ട്രേലിയയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് എഴുതിയിടുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും എന്താ പറയുന്നത്, സന്തോഷമായിട്ടിരിക്കുക. താല്പര്യമുള്ളവർ ഓസ്ട്രേലിയയിലേക്ക് വരാം. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കടന്നു പോരാൻ ആഗ്രഹിക്കുന്നവർക്ക് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്